ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കാടിലൂടെയാണ്. അതായത് എൻ്റെ സ്വന്തം നാട്ടിലേക്ക്. കാടും തോടുകളും താണ്ടിയുള്ള ഞങ്ങളുടെ യാത്ര. എത്ര മനോഹരമാണ് പ്രകൃതി. ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ പ്രകൃതിയോളം മറ്റൊന്നുമില്ല. നോക്കൂ, എന്തൊരു ഭംഗിയാണ് നമ്മുടെ പ്രകൃതി കാണാൻ. പിന്നെ പൊന്നുവിന് ഓഫ് റോഡ് ഡ്രൈവിങ് ആദ്യത്തെ അനുഭവമാണ്. ഡ്രൈവിങ് അവൾക്ക് ഭ്രാന്താണ്. ഡ്രൈവിങ് അവൾക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. അങ്ങനെ പൊന്നുവിനും കൊണ്ട് പോകണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. അത് ഇന്ന് സാധിച്ചു. പോകുന്ന വഴിയിൽ കേശൂട്ടനും ഞാനും അവളോട് വാതോരാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. നാടിനെ പറ്റിയും കാടിനെ പറ്റിയും ഞാൻ പണ്ട് സ്കൂളിലേക്ക് പോയ കഥകളെല്ലാം. 5 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടുന്ന് നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ. അങ്ങനെ ദേമുവായിയുടെ വീട്ടിലേക്ക് എത്തി. കുറേ നാളായി അവരെല്ലാം കണ്ടിട്ട്. ഒരുപാട് സന്തോഷമായി എനിക്ക് ദേമുവായിനെല്ലാം കണ്ടപ്പോൾ. അങ്ങനെ ദേമുവായിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്രയായി. ഈ വഴി കണ്ടോ, എത്ര ചെറിയ നടപ്പാതയാണ്. പണ്ട് മുതലേ ഉള്ള നടപ്പാത. എത്ര വർഷത്തോളം ഈ നടപ്പാതക്ക് പഴക്കമുണ്ടെന്നറിയാം. പറയാൻ മറന്നുപോയി, ഞങ്ങൾ വന്നതേ എൻ്റെ അമ്മയെ പോലെ കണ്ട സരോജിനി വായുടെ ബൊജ എന്ന ചടങ്ങിന് വേണ്ടിയിട്ടാണ്. കർണാടക വിഭാഗത്തിൽപ്പെട്ടതാണ് ഇവർ. അതാണ് ആ ചടങ്ങിന് ബൊജ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിന് അടിയന്തരം എന്ന് പറയും. അങ്ങനെ അവിടുന്ന് കുറേ പേരെ കണ്ടു.